യുക്രൈൻ യുദ്ധക്കളത്തിൽ കടുത്ത ആശങ്കകൾ ഉയർത്തിക്കൊണ്ട് കീവിന്റെ സൈനിക ആശയവിനിമയ ശൃംഖലയെ പൂർണ്ണമായി തകരാറിലാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ റഷ്യൻ സൈന്യം ശക്തമാക്കിയിരിക്കുകയാണ്. യുക്രൈൻ സേന മുൻനിര പോരാട്ടങ്ങൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് ടെർമിനലുകളെ കൃത്യമായി ലക്ഷ്യമിട്ട് തകർക്കുകയും തത്സമയ സന്ദേശ കൈമാറ്റങ്ങൾ തടയാൻ ശേഷിയുള്ള അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ വ്യാപകമായി വിന്യസിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് റഷ്യ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആരംഭം മുതൽ യുക്രൈനിയൻ സൈന്യത്തിന്റെ പ്രധാന കരുത്ത് അവരുടെ വേഗതയേറിയതും സുരക്ഷിതവുമായ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളായിരുന്നു. മുൻനിരയിലെ സൈനികരെ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതിനും ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി നൽകുന്ന സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സംവിധാനമാണ് കീവ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേന്ദ്രീകൃത വ്യവസ്ഥ തകർക്കുന്നതിലൂടെ യുക്രൈന്റെ യുദ്ധശേഷിയെ പൂർണ്ണമായി തളർത്താമെന്ന കണക്കുകൂട്ടലാണ് മോസ്കോ. റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും ഔദ്യോഗിക മാധ്യമങ്ങളും പുറത്തുവിട്ട വിവരങ്ങളനുസരിച്ച് സ്റ്റാർലിങ്ക് ടെർമിനലുകൾ നശിപ്പിക്കുന്നതിലൂടെ യുദ്ധക്കളത്തിലെ ഡ്രോൺ ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിലേക്ക് തത്സമയം എത്തുന്നത് തടയാൻ റഷ്യൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇത് കമാൻഡ് സെന്ററുകളും മുൻനിരയിലെ പോരാളികളും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യത്തിന് വഴിവെക്കുന്നു. ഡ്രോൺ ദൃശ്യങ്ങൾ തത്സമയം ലഭിക്കാതെ വരുന്നതോടെ യുക്രൈൻ ആർട്ടിലറി വിഭാഗങ്ങൾക്ക് റഷ്യൻ ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിക്കാതെ വരുന്നു. പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും വ്യത്യസ്തമായി തത്സമയ വിവരശേഖരണത്തിലൂടെയും കൃത്യതയുള്ള ആക്രമണങ്ങളിലൂടെയുമാണ് യുക്രൈൻ റഷ്യൻ മുന്നേറ്റങ്ങളെ ചെറുത്തു നിന്നിരുന്നത്. എന്നാൽ ആശയവിനിമയം തടസ്സപ്പെട്ടതോടെ അവരുടെ ഈ സാങ്കേതിക മേൽക്കൈ നഷ്ടപ്പെടുകയാണ്. മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് സ്പേസ് എക്സിന്റെ സാറ്റലൈറ്റ് തരംഗങ്ങളെ നേരിട്ട് തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ശക്തമായ ജാമിംഗ് സംവിധാനങ്ങളാണ് റഷ്യ ആസൂത്രിതമായി അതിർത്തികളിൽ വിന്യസിച്ചിട്ടുള്ളത്. സ്റ്റാർലിങ്കിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകളുടെ തരംഗ ദൈർഘ്യത്തിലേക്ക് വ്യാജ സിഗ്നലുകൾ കടത്തിവിട്ട് അവയെ നിഷ്പ്രഭമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായി റഷ്യൻ ഇലക്ട്രോണിക് വാർഫെയർ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. റഷ്യൻ സേന തങ്ങളുടെ സിഗ്നൽ ജാമിംഗ് ശേഷി വർദ്ധിപ്പിച്ചത് യുക്രൈന്റെ ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയുടെ ആഴത്തിലുള്ള സൈനിക താവളങ്ങളും എണ്ണ സംസ്കരണശാലകളും ലക്ഷ്യമിട്ട യുക്രൈൻ അടുത്തിടെ ശക്തമാക്കിയ ഡ്രോൺ ദൗത്യങ്ങൾ പലതും ഉപഗ്രഹ മാർഗങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സന്ദേശങ്ങളിൽ തടസ്സം നേരിടുന്നത് ഡ്രോണുകൾ ലക്ഷ്യം വഴിതെറ്റി വീഴുന്നതിനോ സ്വയം തകരുന്നതിനോ കാരണമാകുന്നു. യുദ്ധകളത്തിൽ ചാരക്കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ റഷ്യ തകർക്കുന്നതോടെ യുക്രൈൻ പോരാളികൾ പലപ്പോഴും ദിശ അറിയാതെ മുന്നണിയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആശയവിനിമയം വിച്ഛേദിക്കപ്പെട്ട യൂണിറ്റുകൾക്ക് റഷ്യൻ ആർമിയുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനോ പിന്മാറാനോ പോലും കൃത്യമായ ഉത്തരവുകൾ ലഭിക്കുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇലക്ട്രോണിക് യുദ്ധമുറകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ശക്തികളിൽ ഒന്നാണ് റഷ്യ. യുക്രൈനിലെ യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇവയുടെ ഉപയോഗം പരിമിതമായിരുന്നുവെങ്കിലും യുദ്ധം നീണ്ടുപോയതോടെ കൂടുതൽ പരിഷ്കരിച്ച ഉപകരണങ്ങളും സിഗ്നൽ തടസ്സപ്പെടുത്തുന്ന വലിയ ട്രക്കുകളും ഡ്രോണുകളും റഷ്യൻ സൈന്യം അതിർത്തി മേഖലകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സ്റ്റാർലിങ്ക് ടെർമിനലുകളിൽ നിന്ന് പുറപ്പെടുന്ന സിഗ്നലുകളുടെ ഉറവിടം കണ്ടെത്താൻ റഷ്യൻ ഇന്റലിജൻസിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രധാന ഭീഷണിയാണ്. ഉപഗ്രഹവുമായി ടെർമിനലുകൾ സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ അത് വിശകലനം ചെയ്ത് ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന കൃത്യമായ ലൊക്കേഷൻ റഷ്യൻ പീരങ്കിപ്പടയ്ക്ക് കൈമാറുകയും തുടർന്ന് അവിടേക്ക് ബോംബുകൾ വർഷിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് റഷ്യ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ സിഗ്നൽ നൽകുന്ന കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി തകർക്കുന്നത് വഴി സ്റ്റാർലിങ്ക് സംവിധാനം പ്രവർത്തിക്കുന്നത് തന്നെ യുക്രൈൻ സൈനികർക്ക് വലിയ ജീവൻ മരണ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ടെർമിനലുകൾ ഓൺ ചെയ്യുന്ന നിമിഷം തന്നെ അത് റഷ്യൻ റഡാറുകളിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റഷ്യയുടെ ശക്തമായ ജാമിംഗ് നീക്കങ്ങളെ ചെറുക്കാൻ സ്പേസ് എക്സ് കമ്പനിയും യുക്രൈൻ സാങ്കേതിക വിദഗ്ധരും നിരന്തരം ശ്രമിക്കുന്നുണ്ട്. സ്റ്റാർലിങ്കിന്റെ സോഫ്റ്റ്വെയർ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യുകയും സിഗ്നൽ ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ കോഡിംഗ് രീതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും റഷ്യ അതിവേഗം ഇതിന് പുതിയ തടസ്സങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്. യുദ്ധം കേവലം കരമാർഗമുള്ള വെടിവെപ്പുകളിൽ നിന്നും മാറി സാങ്കേതിക തരംഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ഉപഗ്രഹ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ആയുധ തന്ത്രങ്ങൾക്ക് ഇലക്ട്രോണിക് വാർഫെയർ എത്രത്തോളം വലിയ ഭീഷണിയാണെന്ന് റഷ്യൻ നീക്കങ്ങൾ തെളിയിക്കുന്നു. റഷ്യൻ ആക്രമണം കാരണം കിഴക്കൻ യുക്രൈനിലെ പ്രധാന പോരാട്ട മേഖലകളായ
ഡോൺബാസ് അതോടൊപ്പം തന്നെ കാർക്കീവ് തുടങ്ങിയ ഇടങ്ങളിൽ സൈനികരുടെ വാട്സാപ്പ്, സിഗ്നൽ തുടങ്ങിയ എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴിയുള്ള ആശയവിനിമയങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത് കമാൻഡർമാർ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നത് വൈകിപ്പിക്കുകയും ദൗത്യങ്ങളുടെ കൃത്യതയെ ബാധിക്കുകയും ചെയ്യുന്നു. യുക്രൈന്റെ ഡിജിറ്റൽ കമാൻഡ് സിസ്റ്റത്തിന് തടസ്സം നേരിട്ടതോടെ പരമ്പരാഗത റേഡിയോ സംവിധാനങ്ങളിലേക്കും പ്രാദേശികമായി വെയർ ചെയ്ത കേബിൾ നെറ്റ്വർക്കിലേക്കും മടങ്ങാൻ സൈനികർ നിർബന്ധിതരാകുന്നുണ്ട്. എന്നാൽ ഇവ വ്യാപ്തി കുറഞ്ഞതും റഷ്യയ്ക്ക് എളുപ്പത്തിൽ ചോർത്താൻ കഴിയുന്നതുമായതുകൊണ്ട് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. സ്റ്റാർലിങ്ങിന് ബദലായി മറ്റ് അന്താരാഷ്ട്ര സാറ്റലൈറ്റ് കമ്പനികളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കീവ് ശ്രമിക്കുന്നുണ്ടെങ്കിലും യുക്രൈനിലുടനീളം സ്റ്റാർലിങ് നൽകിയിരിക്കുന്ന അത്രയും വിപുലമായ കവറേജും വേഗതയും മറ്റ് സംവിധാനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല. ഇത് യുക്രൈൻ സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന ശേഷിയെ കുറയ്ക്കുന്നു. കരിങ്കടലിലും സമുദ്ര മേഖലകളിലും യുക്രൈൻ നടത്തിയിരുന്ന വിനാശകരമായ കടൽ ഡ്രോൺ ആക്രമണങ്ങൾ സ്റ്റാർലിങ് സിഗ്നലുകൾ അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ കടൽ മേഖലകളിലെ ഉപഗ്രഹ തരംഗങ്ങളിൽ റഷ്യ തടസ്സം സൃഷ്ടിച്ചതോടെ ഇത്തരം നാവിക ആക്രമണങ്ങളുടെ അളവ് കുറയ്ക്കാൻ റഷ്യയ്ക്ക് സാധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. റഷ്യൻ മുന്നേറ്റങ്ങൾക്ക് പ്രധാന തടസ്സമായി നിന്ന യുക്രൈനിയൻ ഫ്രണ്ട് ലൈൻ റെക്കഗ്നൈസേഴ്സ് വ്യവസ്ഥ തകർക്കാൻ സാധിച്ചതാണ് റഷ്യയ്ക്ക് ലഭിച്ച വലിയ നേട്ടം. എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള യുക്രൈന്റെ ശേഷി അത് തകരുന്നതോടെ റഷ്യൻ കരസേനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ കൂടാതെ മുന്നേറാൻ വഴി തുറക്കുന്നു. ആഗോളതലത്തിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക സൈന്യങ്ങൾക്ക് ഇതൊരു വലിയ പാഠമാണ് നൽകുന്നത്. ശത്രുരാജ്യം അത്യാധുനിക സിഗ്നൽ ജാമറുകൾ ഉപയോഗിച്ചാൽ ഉപഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മുഴുവൻ ആയുധ വ്യവസ്ഥയും നിശ്ചലമാക്കാൻ സാധ്യത ഉണ്ടെന്ന് ഈ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. യുക്രൈൻ സേനയിൽ വിദേശത്ത് നിന്നെത്തിയ പോരാളികളും സന്നദ്ധ പ്രവർത്തകരും തങ്ങളുടെ തത്സമയ സന്ദേശങ്ങൾക്കും ഭൂപടങ്ങൾക്കും സ്റ്റാർലിങ്ങിനെ അമിതമായാണ് ആശ്രയിക്കുന്നത്. സിഗ്നലുകൾ നഷ്ടപ്പെട്ടതോടെ യുദ്ധക്കളത്തിലെ കാഴ്ചകൾ മങ്ങുകയും ആശയക്കുഴപ്പം ഉടലെടുക്കുകയും ചെയ്യുന്നത് റഷ്യൻ സേനയ്ക്ക് തന്ത്രപരമായ മേൽക്കൈയാണ് നൽകുന്നത്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന പുതിയ നീക്കങ്ങൾ കേവലം ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. യുക്രൈൻ സൈന്യത്തിന്റെ നട്ടലായ സമുദ്ര ഉപഗ്രഹ ആശയവിനിമയ ശൃംഖലയെ അന്ധമാക്കുക വഴി കീവിന്റെ പ്രതിരോധ നിരയെ തളർത്താനും യുദ്ധത്തിന്റെ ഗതി തങ്ങൾക്ക് അനുകൂലമാക്കാനും റഷ്യൻ സേനയ്ക്ക് സാധിക്കുന്നുണ്ട്.